ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് റിലീസ് മെട്രിക്സ് ഡിഫക്റ്റ് ലീക്കേജ് ആൻഡ് എസ്കേപ്ഡ് ഡിഫക്ട്സ്. ഇൻട്രൊഡക്ഷൻ. Release metrics. Release metrics are measurement used to evaluate the quality of a software release. They help teams understand how well testing worked before releasing the product. These metrics identify defects that were missed during test. അതായത് റിലീസ് മെട്രിക്സ് എന്നത് ഒരു സോഫ്റ്റ്വെയർ റിലീസിൻ്റെ ഗുണമേന്മ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന അളവുകളാണ്. സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റിംഗ് എത്രത്തോളം ഫലപ്രദമായിരിക്കും എന്നത് ടീമുകൾക്ക് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ടെസ്റ്റിങ്ങിൽ കണ്ടെത്താതെ പോയ ഡിഫക്റ്റുകൾ കണ്ടെത്താൻ ഈ മെട്രിക്സ് സഹായിക്കുന്നു. രണ്ടാമത്തേത്, വാട്ട് ആർ ഡിഫക്ട്സ്? A defects bug is an error or flaw in software that causes incorrect results. Defects can occur due to coding mistakes, design issues, requirement misunderstandings. Detecting defects early improves software quality and reliability. അതായത് ഡിഫക്ട്സ് അല്ലെങ്കിൽ ബഗ്സ് എന്നത് സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കുന്ന ഒരു പിശകാണ്. ഇത് തെറ്റായ ഫലം ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഡിഫക്ട്സ് ഉണ്ടാക്കാൻ പ്രധാന കാരണം കോഡിംഗ് മിസ്റ്റേക്സ്, ഡിസൈൻ ഇഷ്യൂ, റിക്വയർമെൻറ്റ് ആണ്. ഡിഫക്ട്സ് ആദ്യം കണ്ടെത്തുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റിയും റിലയബിലിറ്റിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മൂന്നാമത്തേത്, ഡിഫക്റ്റ് ലീക്കേജ്. ഡിഫക്റ്റ് ലീക്കേജ് refers to defects that were not detected during testing and moved to the next testing phase. Formula: defects leakage. Number of defects found in later testing phase. Total defects found in both phase. അത് വേണ്ട. അതായത് ഡിഫക്റ്റ് ലീക്കേജ് എന്നതൊരു ടെസ്റ്റിംഗ് ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ഡിഫക്ട്സ് അടുത്ത ടെസ്റ്റിംഗ് ഘട്ടത്തിലേക്ക് കടന്നു പോകുന്നതാണ്. ഉദാഹരണം, യൂണിറ്റ് ടെസ്റ്റിംഗ് സമയത്ത് കണ്ടെത്താത്ത ഡിഫക്ട്സ് ഇനാഗ്രേറ്റ് ടെസ്റ്റിംഗ് സമയത്ത് കണ്ടെത്തിയാൽ അത് ഡിഫക്റ്റ് ലീക്കേജ് ആണ്. 4. Escaped defects. Escaped defects are lifted that pass through all testing phase and are discovered by user after releasing. These effects reach the production environment. Example, an application crashes for users after employment even through testing was completed. അതായത് എസ്കേപ്ഡ് ഡിഫക്ട്സ് എന്നത് എല്ലാ ടെസ്റ്റിംഗ് ഘട്ടങ്ങളും കടന്ന് സോഫ്റ്റ്വെയർ റിലീസ് ചെയ്ത ശേഷം യൂസേഴ്സ് കണ്ടെത്തുന്ന ഡിഫക്ട്സ് ആണ്. ഇവ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് എത്തുന്ന പിശകുകളാണ്. ഉദാഹരണം, സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തതിന് ശേഷം യൂസേഴ്സ്ക്ക് ആപ്ലിക്കേഷൻ ക്രാഷ് ആവുന്നത്. അതേപോലെ 6. ഇമ്പോർട്ടൻ്റ് ഓഫ് ദീസ് മെട്രിക്സ്. Help measure testing effectiveness, improve software quality, helps identify weak testing phase, reduce customer complaints and production issues. അതായത് ഈ മെട്രിക്സുകളുടെ പ്രാധാന്യം ടെസ്റ്റിംഗ് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സോഫ്റ്റ്വെയർ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നു. ടെസ്റ്റിങ്ങിൽ ദുർബലമായ ഘട്ടങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. കസ്റ്റമർ കംപ്ലയിൻസും പ്രൊഡക്ഷൻ ഇഷ്യൂസും കുറയ്ക്കാൻ സഹായിക്കുന്നു. 7. ഹൗ ടു റിഡ്യൂസ് ഡിഫക്റ്റ് ലീക്കേജ് ആൻഡ് എസ്കേപ്ഡ് ഡിഫക്ട്സ്. ഇംപ്രൂവ് ടെസ്റ്റ് കേസ് കവറേജ്, പെർഫോം ബെറ്റർ റിക്വയർമെൻറ്റ് അനലൈസ്, യൂസ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, കണ്ടക്ട് കോഡ് റിവ്യൂസ് ആൻഡ് peer reviews, perform regression testing before release. അതായത്
ഡിഫക്റ്റ് പാക്കേജും എസ്കേപ്പ് ഡിഫക്റ്റും കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ. ടെസ്റ്റ് കേസ് കവറേജ് മെച്ചപ്പെടുത്തുക. റിക്വയർമെൻറ്റ്സ് നല്ല രീതിയിൽ വിശകലനം ചെയ്യുക. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉപയോഗിക്കുക. കോഡ് റിവ്യൂവും പീർ റിവ്യൂവും നടത്തുക. റിലീസിന് മുമ്പ് റിഗ്രഷൻ ടെസ്റ്റിംഗ് നടത്തുക. താങ്ക് യു.